നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിദ്ദിഖ്, രഞ്ജിത്ത്, റിയാസ് ഖാൻ ഈ പട്ടികയിലെ നാലാമൻ മുകേഷ്. നടനും MLA-യുമായ മുകേഷിനെതിരെ ആരോപണവുമായി കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് രംഗത്തെത്തി. പലതവണ അദ്ദേഹം മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ട ഫോണിലൂടെ നിർബന്ധിച്ചതായി നടി ആരോപിച്ചു. 2018 നടി ഇതേ ആരോപണം ഉന്നയിച്ചെങ്കിലും അത് വേറെ മുകേഷ് കുമാർ ആകാമെന്നാണ് നടൻ മുകേഷിന്റെ അന്നത്തെ പ്രതികരണം. CPM MLA ആയ മുകേഷിനെ വെട്ടിലാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവാദം. ഇതും സിനിമയെ പിടിച്ചുലയ്ക്കും. എന്നാൽ നടൻ മുകേഷിന്റെ ചിത്രം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് ടെസ് ഇപ്പോൾ അത് മുകേഷ് തന്നെയാണെന്ന് വെളിപ്പെടുത്തിയത്. സിനിമയിലെ സാങ്കേതിക പ്രവർത്തകയാണ് ടെസ് ജോസഫ്. ഇതോടെ മറ്റൊരു നടന്റെ പേരുകൂടി വിവാദത്തിലാകുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ മുകേഷിന്റെ പേരിനെയും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അന്ന് ഹോട്ടലിൽ താമസിച്ചപ്പോൾ രാത്രി നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തി. ദുരനുഭവം ഷോ മേധാവി ഡെറിക് ഒബ്രയോട് പറഞ്ഞിരുന്നു. തന്നെ ആ പരിപാടിയിൽ നിന്ന് ഡെറിക് ഒഴിവാക്കി തന്നുവെന്നും ടെസ് പറയുന്നു. ഇത് CPM-നും തലവേദനയായി മാറും. CPM-ലെ കൊല്ലത്തെ പ്രതിനിധിയാണ് ഇന്ന് മുകേഷ്. സ്വകാര്യ ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന റിയാലിറ്റി ഷോയ്ക്കിടെ മുകേഷ് പലതവണ തന്നെ മുറിയിലേക്ക് വിളിച്ചുവെന്നും മുകേഷിന്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിലേക്ക് തന്നെ മാറ്റാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു ടെസ് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നത്. അന്നത്തെ തന്റെ മേധാവിയായ ഡെറിക് ഒബ്രിയാൻ 1 മണിക്കൂറോളം തന്നോട് സംസാരിച്ചുവെന്നും അടുത്ത വിമാനത്തിന് തന്നെ രക്ഷപ്പെടുത്തി പറഞ്ഞയച്ചുവെന്നും ടെസ് പറഞ്ഞിരുന്നു. മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോഴാണ് മലയാളികൾ പലരും ടെസ് ജോസഫ് എന്ന കാസ്റ്റിംഗ് ഡയറക്ടറെ കുറിച്ച് കേട്ടു തുടങ്ങിയത് പോലും. മലയാളിയായ ടെസ് ജനിച്ചത് കൊച്ചിയിലും വളർന്നത് കൊൽക്കത്തയിലുമാണ്. പല പ്രമുഖ സംവിധായകർക്കൊപ്പം ജോലി ചെയ്ത ടെസ് താമസിക്കുന്നത് മുംബൈയിലാണ്. പീഡിയാട്രിക് സർജനാവാനായിരുന്നു ടെസ് ആഗ്രഹിച്ചത്. എന്നാൽ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കാത്തതിനെ തുടർന്ന് അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദം എടുത്തു. ഇതിനുശേഷമാണ് ഡെറിക് ഒബ്രിയനൊപ്പം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് പരിപാടികളിൽ സഹായിയായി ടെസ് പ്രവർത്തിച്ചു. ഇൻഡോ അമേരിക്കൻ ചലച്ചിത്ര സംവിധായിക മീര നായരാണ് ടെസ്സിനെ കാസ്റ്റിംഗ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്. മീര നായരുടെ ദി നെയിംസേക്ക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം.